മസാല ദോശ ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ? കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും മസാല ദോശ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കിയത് മസാല ദോശയാണ്. മസാല ദോശയാകുമ്പോൾ കുട്ടികളെ നിർബന്ധിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കഴിക്കാൻ. പിന്നെ സ്കൂളിൽ കൊണ്ടുപോയാലും ഒന്നും പുളിച്ചു പോവുകയോ ഒരു മോശം സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ മസാല ദോശ. അതിനായി നിങ്ങൾ തലേന്നേ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യൽ. ഏറ്റവും എളുപ്പമുള്ളതാണ് ഇഡ്ഡലിയും ദോശയും. ഇഡ്ഡലി ആകുമ്പോൾ പിന്നെ തട്ടിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, സാവധാനം വെന്ത് കിട്ടും. ദോശ അങ്ങനെയല്ല. ദോശ എന്തായാലും അടുത്തു നിന്ന് തന്നെ നോക്കി പാകത്തിന് എടുക്കേണ്ടതാണ്. മസാല ഉണ്ടാക്കാൻ എടുത്തത് 3 ഉരുളക്കിഴങ്ങും ഒരു ബീട്രൂട്ടും ഒരു വലിയ ഉള്ളിയുമാണ്. പിന്നെ 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2-3 വിസിൽ വരുന്നത് വരെ നമ്മൾ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. വേറൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു ദോശ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി എനിക്ക് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെയുള്ള എളുപ്പ റെസിപ്പികൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. ഇതുണ്ടാക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. നമുക്ക് തലേന്നത്തെ കുറച്ച് സാമ്പാർ ബാക്കി ഉണ്ടായിരുന്നു. അപ്പം വിചാരിച്ച് ഏതായാലും നമുക്ക് മസാല ദോശ തന്നെ ഉണ്ടാക്കാം. പിന്നെ കുറച്ച് ചട്നിയെല്ലാം ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ മസാലയൊക്കെ വെന്ത് വരുന്നുണ്ട്. മസാലയൊക്കെ വെന്ത് വന്ന് കുറച്ച് വെള്ളമുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അതെന്തായാലും നമുക്ക് വറ്റിച്ചെടുക്കേണ്ടതാണ്. എന്നാലേ മസാലയൊക്കെ കറക്റ്റ് അളവിൽ വെന്ത് കിട്ടും. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും, വളരെ കുറച്ച് മതിയേ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മാത്രമേ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. പിന്നെ കറിവേപ്പില നമുക്ക് എന്തായാലും ആവശ്യമാണല്ലോ. കറിവേപ്പില ഇല്ലാണ്ടെന്ന് മസാല ദോശ. അങ്ങനെ മസാലയൊക്കെ നന്നായി വെന്ത് വന്നു. മസാലയൊക്കെ നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് അതും പൊട്ടിച്ചു. പിന്നെ 2-3 വറ്റൽ മുളകുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു, ഒരു ഭംഗിക്കിരിക്കട്ടെ. അങ്ങനെ എല്ലാം മൂത്ത് വന്നപ്പോൾ നമുക്ക് മസാലക്കൂട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരിക്കലെങ്കിലും നിങ്ങളിത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയാലേ മനസ്സിലാവൂ ഇതിൻ്റെ ടേസ്റ്റ്. പുറത്തുനിന്നും നമ്മൾ 2-3 ദോശ വാങ്ങുന്ന പൈസ മാത്രം മതി ഇവിടെ 2-3 പേർക്ക് വയറ് നിറയെ കഴിക്കാൻ. അതുമാത്രമല്ല നമുക്ക് നമ്മളെ കിച്ചണിൽ നല്ല വൃത്തിയിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മളെ ഇഷ്ടം പോലെയുള്ള ടേസ്റ്റിലും ഉണ്ടാക്കാം. പിന്നെ നമ്മൾ അരി അരക്കുമ്പോൾ ഉഴുന്നും പച്ചരിയും മാത്രമാണ് അരച്ചത്. ചോറ് ചേർത്തിട്ടൊന്നുമില്ല. ചോറ് ചേർത്ത് കഴിഞ്ഞാൽ ദോശ ഒരു സോഫ്റ്റായി പോകും. നമുക്ക് സോഫ്റ്റ് ദോശയല്ല വേണ്ടത്, കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളതാണ് വേണ്ടത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇഡ്ഡലി ആണെങ്കിൽ ചോറ് എന്തായാലും കൂട്ടണം. ദോശക്ക് ചോറിൻ്റെ ആവശ്യമില്ല. നമ്മളെടുത്ത അളവ് 2 കപ്പ് പച്ചരി, 1/4 കപ്പ് ഉഴുന്നുമാണ്. അതുകൊണ്ട് ദോശ ഒട്ടിപ്പിടിക്കും എന്നുള്ള പേടിയേ വേണ്ട. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലും കൂടുതലൊന്നും ചേർത്തിട്ടൊന്നുമില്ല. ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്. അത് നന്നായി അരച്ച് നല്ലവണ്ണം അരക്കണേ. അരച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു. പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ദോശക്ക് അടിപൊളി ടേസ്റ്റാണത്. ഈ ദോശക്ക് സാമ്പാറും മസാലയും ചട്നിയും എല്ലാം ആകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്ന അതേ ഫീല് തന്നെ ഉണ്ടാവുക. രാവിലെ തന്നെ എണീക്കുമ്പോൾ ഇങ്ങനെ ദോശക്ക് അരച്ച് വെച്ചാലും ഇതാണ് റെസിപ്പി ആണെങ്കിൽ നമുക്കൊരു മനസ്സമാധാനമാണ്. പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നതല്ലേ. പിന്നെ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അവിടെ ഓരോന്നായി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. ചുട്ട് വെക്കേണ്ട ആവശ്യമില്ല. മക്കളെല്ലാം സ്കൂളിൽ പോകുന്നത് വരെ ഭയങ്കര തിരക്കാണ്. ഇങ്ങനെ ദോശ ഉണ്ടാക്കുന്ന ദിവസം മക്കളെല്ലാം സ്കൂളിൽ അയച്ച് സാവധാനം ചൂടോടെ ഉണ്ടാക്കി കഴിക്കലാന്ന് നമ്മൾ. നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? സ്കൂൾ പൂട്ടിയപ്പോൾ വിചാരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നു കിട്ടിയാൽ മതിയെന്ന്. സ്കൂള് തുറന്നു കഴിഞ്ഞേരം പിന്നെ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ ഒരു വീട്ടിലൊരു അനക്കമില്ല. പിന്നെ വൈകുന്നേരം ആയാൽ പിന്നെയും തുടങ്ങി. ഇങ്ങനെ തന്നെയല്ല എല്ലാ വീടുകളിലും ഉണ്ടാവുക. മക്കളില്ലെങ്കിൽ ഒരു രസവും ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ നമ്മളെ ദോശ ഓരോന്നായി ചുട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചുടുന്തോറും ഓരോരുത്തരായി തിന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ മക്കൾക്ക് വേണ്ടി സ്കൂളിലെ ടിഫിനിലേക്കും കൊടുത്തേക്കാൻ എടുത്തു വെക്കുന്നുണ്ട്. ആകെപ്പാടെ രാവിലെ തന്നെ ഒരു ബഹളം തന്നെ ആയിരിക്കും എല്ലാ വീട്ടിലും. കുട്ടികളുടെ വീട്ടിലെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, തലേന്ന് തന്നെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നല്ല ടേസ്റ്റിലും വൃത്തിയിലും മക്കൾക്ക് കൊടുത്തേക്കാനും പറ്റും. മക്കൾ വൈകുന്നേരം വരെ ക്ലാസ്സിലിരിക്കേണ്ടതില്ല. അവർ
മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുത്തു വിട്ടാൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഫുഡെല്ലാം തലേന്ന് റെഡിയാക്കി വെച്ചാൽ രാവിലെ ആർക്കും ടെൻഷനില്ല, പെട്ടെന്ന് എല്ലാവർക്കും പോകാനും പറ്റും. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.